ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സൗണ്ട് ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ബാക്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇതാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ ബാക്കിയുള്ള ഭാഗം. വലത്തോട്ടുണ്ടായിരുന്ന എല്ലാ ബിൽഡിങ്സും പൊളിച്ചു കളഞ്ഞു. അവിടെ പുതിയ ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുക. അവിടെ പുതിയ എയർ കോൺകോഴ്സ് കാണാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. ശ്രീ ലക്ഷ്മി നാരായണ ഭവൻ. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ കഴിച്ചത് നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്കെന്നാൽ പതുക്കെ റെയിൽവേ സ്റ്റേഷനോട്ട് തിരിച്ചു കിടക്കാം. നമ്മുടെ ട്രെയിന് 3:30 അപ്പോൾ ഇനി സമയമുണ്ട്. മണി 2 ആവുന്നതേ ഉള്ളൂ. 1:50 ആയതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ എ സിക്കകത്ത് കയറി കുറച്ച് ഇരിക്കായിരുന്നു. ഈ കാണുന്ന ഇലക്ട്രിക് ബസ്സുകളൊക്കെ തിരുമലയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. അതായത് മുകളിലേക്ക് അമ്പലത്തിനങ്ങോട്ട് പോകുന്ന ബസ്സുകളാണ്. ഈ കാണുന്ന ഇവിടുത്തെ ദേവസ്വം ഓടിക്കുന്ന ഒരു ഫ്രീ ബസ്സാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ മുകളിലൂടെ നടന്ന് കയറുന്ന ബേസ് ക്യാമ്പിലേക്കാണ് ഈ ബസ് പോകുന്നത്. എക്സാക്ട്ലി അറിയില്ല. അവിടെ ഫ്രണ്ടിലൊരു ഫുട് ഓവർ ബ്രിഡ്ജ് പോലെ കാണുന്നുണ്ടാവും. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ആ ഫുട് ഓവർ ബ്രിഡ്ജ് ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ തിരുമലയിലേക്ക് പോകാനുള്ള ബസ്സുകൾ കിട്ടും KSRTCയുടെ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ മറ്റേ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് AC ബസ്സിൽ കിട്ടും. 110 റുപ്പീസാണ് 1 വേ. 2 വേ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 200 രൂപ. ഇതാണ് ബസ്. ഇങ്ങനത്തെ ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരുമല പോയി ഇറങ്ങാം. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ സ്റ്റേഷന് ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിൻ വന്ദേ ഭാരതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ആയിരിക്കും പോകുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറിയാണ് ആദ്യം കണ്ടത്. നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന ട്രെയിനിൻ്റെ ലോക്കാണ് 39477. പ്ലാറ്റ്ഫോം നമ്പർ 1 നടക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ഫ്ലൈറ്റും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് ജസ്റ്റ് പോകുന്നു. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 കൊല്ലം എക്സ്പ്രസ് പോകുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് വേറെ ഒരു സ്റ്റേബിളിംഗ് ലൈൻ ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ സേഫ് ക്ലോക്ക് അവൈലബിൾ ആണ്. മറ്റേ ഓട്ടോമാറ്റിക് ലോക്കേഴ്സ് അതിലുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ലോക്കേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പെയ്ഡ് AC ലൗഞ്ച് ഉണ്ട്. നമുക്കെന്നാൽ പതുക്കെ ലൗഞ്ച് കയറി 50 രൂപയാണ് റേറ്റ്. നമുക്ക് ലൗഞ്ചിനകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് ഫോണൊക്കെ ഒന്ന് കുറച്ച് നേരം ചാർജ് ചെയ്യാം. ഇതിനകത്തൊരു സ്നാക്സ് കൗണ്ടറൊക്കെ ഉണ്ട്. മുടിഞ്ഞ തിരക്കാറുണ്ട് അതിനകത്ത്. ഇതൊരു AC വെയിറ്റിംഗ് റൂം. എക്സിക്യൂട്ടീവ് ലോഞ്ചൊന്നും നല്ലത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ഇത് 2:15 എത്തിയായിരുന്നു. നമുക്ക് ഫ്രണ്ടിലെ ക്യാബൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കോച്ച് ഏറ്റവും പുറകിലാണ്. C3 ആണ്. ഇതൊരു ബോർഡിങ് തുടങ്ങിയില്ല. ഡോറൊക്കെ അടച്ചിട്ടൊക്കെ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ പോയി ഡ്രൈവിംഗ് ക്യാബ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ട്രെയിന്. ഇതൊരു 16 കാർ റേക്കാണ്. ഈ സർവീസ് തുടങ്ങിയപ്പോൾ 8 കാർ സർവീസ് ആയിരുന്നു. പിന്നീട് അവർ 16 കാറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ്, വലുതാക്കിയതാണ്. അപ്പോൾ ഇവിടുന്ന് 3:15 പുറപ്പെടും. സമയം ഇപ്പോൾ 3 ആവുന്നേ ഉള്ളൂ. 3 ആവാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ഗുണ്ടൂരിലേക്കുള്ള യാത്ര. 20702 തിരുപ്പതി സെക്കൻഡറാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. നമ്മളിവിടുന്ന് ഗുണ്ടൂർ വരെയാണ് നമ്മുടെ യാത്ര. നമ്മൾ സെക്കൻഡറാബാദ് വരെ പോകുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ഗുണ്ടൂരിന് ഇടയ്ക്ക് ആകെ 2 സ്റ്റോപ്പുകളെന്ന് എനിക്ക് തോന്നുന്നത്. നെല്ലൂരും ഒങ്കോളും മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം പഴക്കമുള്ള റേക്കാണിത്. കാര്യം വേർഷൻ 2 ആദ്യകാലത്തെ റേക്കുകളൊന്നാണിത്. എനിക്ക് 2022 ബിൽറ്റാണ്. 2022 ബിൽറ്റാണ്. അപ്പോൾ 3 വർഷത്തിനടുത്ത് പഴക്കമുള്ള റേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ച് 227620. ഒരുപാട് കാലത്തിന് ശേഷം ഇത് ട്രെയിലർ കോച്ചാണ്, മോട്ടോർ കോച്ചല്ല. മുകളിൽ പാൻറ്റോഗ്രാഫുള്ള ട്രെയിലർ കോച്ചാണ്. ഓൾറെഡി ട്രെയിനകത്ത് യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ ഇൻറ്റീരിയേഴ്സൊന്നും എനിക്ക് കാണിക്കാൻ നിർവാഹമില്ല. ഇൻറ്റീരിയേഴ്സോ സീറ്റ് ടൂറോ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. നമ്മുടെ പഴയ ട്രിവാൻഡ്രം വന്ദേ ഭാരത് പോലെ തന്നെ ഉണ്ട് സീറ്റുകൾ കണ്ടിട്ട്. ഒന്ന് തിരക്കൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പതുക്കെ കയറാമെന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ സീറ്റ് നമ്പർ 17 ഇപ്പോൾ ഇവിടെ 1 to 78 ഇവിടെയാണ് മാറിയത്. അപ്പോൾ ഇതുവഴി നമുക്ക് കയറാം. വലത് കാലം വെച്ച് തന്നെ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ സ്നാക്ക് ട്രാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. അയൽ സീറ്റാണ്. അയൽ സീറ്റ് മതി. ഇതാണ് സീറ്റുകൾ. സാധാരണ വന്ദേ ഭാരത് സീറ്റ് തന്നെ.
സാധാരണ വന്ദേ ഭാരത് സീറ്റ് പോലെയൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ട്രിവാൻഡ്രം വന്ദേ ഭാരത്, ആദ്യത്തെ ട്രിവാൻഡ്രം വന്ദേ ഭാരത് സ്റ്റൈലല്ല, കുറച്ച് ഡിഫറെൻ്റാണ്. സീറ്റ് ഇൻറ്റീരിയേഴ്സും കാണിച്ചു തരാം. പിന്നെ സീറ്റ് ബാക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ലെഗ് റെസ്റ്റ് ഇങ്ങനത്തെ ടൈപ്പാണ്. ഇങ്ങനത്തെ ടൈപ്പാണ്. നമ്മൾ കാല് എടുത്ത് കഴിഞ്ഞാൽ അപ്പം പൊങ്ങിപ്പോവും. പതിവ് പോലെ ബോട്ടിൽ ഹോൾഡർ കൊള്ളാത്ത സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നത്. മാഗസീൻ പൗച്ചുണ്ട്. അതിനകത്ത് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ട്രെയിൻ മാഗസീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രേ ടേബിളുണ്ട്. പുറകിൽ ഫുള്ള് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതായത് ക്ലീൻലിനെസ്സിൻ്റെ, OBHSൻ്റെ, അതുപോലെ AC-യുടെ ഇതിനൊക്കെ അസിസ്റ്റൻസിനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ പരസ്യമുണ്ട്. പിന്നെ മുകളിലൊക്കെ തന്നെ പരസ്യമുണ്ട്. അത്രയൊക്കെയുള്ളൂ. ബാക്കിയൊക്കെ നോർമൽ ലെഗ് സ്പേസ് ഒക്കെ തന്നെ സാധാരണമല്ല. വണ്ടിക്ക് നല്ല പ്രായം, ഇൻറ്റീരിയേഴ്സ് നല്ല പ്രായം തോന്നിയിട്ടുണ്ട്. മുകളിലെ ലൈറ്റും അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. മഞ്ഞച്ചിട്ടുണ്ട് ഇൻറ്റീരിയേഴ്സ് മൊത്തത്തിൽ. അപ്പോൾ പ്രായം തോന്നിക്കുന്നുണ്ട് എന്തായാലും. ഇവിടെ നമ്മുടെ കാറ്ററിംഗ് സ്റ്റാഫ് നമ്മുടെ സ്നാക്ക് പ്രൈസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോർസ് ക്ലോസിംഗ് എന്നുള്ള അനൗൺസ്മെൻറ്റ്, പക്ഷേ അടന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അടയും. ഹോണടിച്ചു സ്ഥിതിക്ക് ഇപ്പോൾ ഡോറുകൾ അടയുന്നതായിരിക്കും. അപ്പോൾ ഡോറടഞ്ഞു. സമയം കൃത്യം 3:15 ഉടനെ എടുത്ത് പോകുന്നതിന് വിശ്വസിക്കുന്നു. കറക്റ്റ് 3:15 തന്നെ പുറപ്പെട്ടു. ഇൻ ജനറൽ കോച്ചിൽ നല്ല പ്രായം തോന്നുന്നുണ്ട്. ക്ലീൻലിനെസ്സൊന്നും അത്രയ്ക്കും ഇങ്ങോട്ട് പോരാ. നാട്ടുകാരും അങ്ങനെയാണ്. നമ്മളങ്ങനെ ജസ്റ്റ് തിരുപ്പതി സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അരക്കോണത്തേക്ക് പോകുന്ന മെമു ആണ്. തിരുപ്പതി അരക്കോണം മെമു സദേൺ റെയിൽവേയുടെ ട്രെയിനാണ്. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോമിൽ ഭീകര തിരക്കായിരുന്നു ട്രെയിൻ വന്നപ്പോൾ. കുറേ തിരക്ക് വണ്ടിക്കകത്ത് കയറിയെന്ന് തോന്നുന്നു. ഇതായിരുന്നു പ്രീമിയം AC ലൗഞ്ച് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഒരു AC വെയിറ്റിംഗ് റൂം. ഓ, ഫുൾ ബ്രേക്കായിരുന്നു. ഈ സ്റ്റേഷൻ എപ്പോഴൊക്കെ പോകുന്നുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെയാണ്. നല്ല തിരക്കാണ്. തീരെ സ്ഥലം കുറവാണ് സ്റ്റേഷനിൽ. അപ്പോൾ പുതിയ ബിൽഡിംഗ് പണിത് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലോറെങ്കിലും ഫുള്ള് പാസഞ്ചർ വെയിറ്റിംഗ് ഹാളിട്ട് കൊടുത്താൽ നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ തിരുപ്പതി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇതിൽ ഞാൻ ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ റെണിഗുണ്ട സ്കിപ്പും പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മുടെ റെണിഗുണ്ട കുടൂർ ലൈനിൽ കുറച്ച് പാർട്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് നോക്കാം. ഒരു ക്വിക്ക് ടോയ്ലറ്റ് ടൂർ ചെയ്തേക്കാന്ന് വെച്ചു. ടോയ്ലറ്റ് നല്ല പ്രായം തോന്നിക്കുന്നത് കണ്ടോ. അവിടെയൊക്കെ ഇതും ഫൈബർ പൊട്ടിപ്പോയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ സോപ്പ് ഡിസ്പെൻസർ, ടാപ്പുണ്ട്, ക്ലീനറും ഒക്കെ ഉണ്ട്. പ്രായം തോന്നിക്കുന്നുണ്ട് എന്തായാലും. അത്ര സൂപ്പർ ടോപ്പ് ക്ലാസ് മെയിൻ്റനൻസ് എന്ന് പറയാൻ പറ്റില്ല. വണ്ടി വിട്ടതും അറ്റൻഡൻറ്റ് വന്ന് നമ്മുടെ വാട്ടർ ബോട്ടിൽ തന്നിട്ട് പോയി. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ആസ് യൂഷ്വൽ. വണ്ടി തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ സ്നാക്സ് ഇതും കൊണ്ട് വന്നു. ഭിക്കാജിയുടെ ഒരു മിനി സമോസ, ഹിമാലയൻ സോൾട്ട് കാരമൽ പോപ്കോൺ, എനിക്കിഷ്ടപ്പെട്ട സാധനമാണിത്. പിന്നെ നമ്മുടെ പതിവ് സാധനം ഭിക്കാജിയുടെ ലൈറ്റ് ചീവിട, പിന്നെ റിയൽ മാംഗോ ജ്യൂസ്, ഗിർനാറിൻ്റെ മസാല ചായ. അത് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. സാധാരണ മറ്റേ ഓയിൽ ഫ്രൈഡ് സമോസയ്ക്ക് പകരന്മാർ ഇതാണ് കഴിക്കുന്നത്, മിനി സമോസ. ഇത് ഡ്രൈ ഫ്രൂട്ട് ഫില്ലിംഗ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാൻ വേണ്ടത്. അതിനകത്തുള്ള സമോസ ഒരു സാധാരണ സമോസയിൽ അത്രയും വലിപ്പമില്ല, അന്നേരം അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനമാണ്. 45 ഗ്രാം വെയിറ്റ് പറയുന്നുണ്ട്.
നമ്മൾ ജസ്റ്റ് റെണിഗുണ്ടിലോട്ട് എത്തുന്നു. സ്കിപ്പ് കാണിക്കണമെന്ന് വെച്ചാൽ പക്ഷേ വേണ്ടെങ്കിൽ സ്നാക്സ് വേണം തന്നുകൊണ്ട് സീറ്റ് ലോക്കായി പോയി. റെണിഗുണ്ട സ്കിപ്പ് ഇൻ പ്രോഗ്രസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സാന്ത്രകാച്ചി മാംഗ്ലൂർ വിവേക് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഈ റെണിഗുണ്ട സ്കിപ്പ് കഴിഞ്ഞ ഉടനെ വണ്ടി റൈറ്റിലേക്ക് തിരിഞ്ഞ് ശ്രീകാളഹസ്തി വഴി ഗുഡൂരിലേക്ക് പോകും. माहिर के आपको बना दे पूरे दे दो നമ്മൾ താണ്ടെ നെല്ലൂരിൽ നിന്ന് എടുക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ റെണിഗുണ്ട വിട്ട് അധികം താമസം ഉറങ്ങിപ്പോയി. നെല്ലൂരെത്തി. നെല്ലൂരെത്തി. ഞാൻ നെല്ലൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. ഈ വണ്ടിക്ക് തിരുപ്പതിയിൽ നിന്ന് ഇവിടം വരെ ഏകദേശം 140 കിലോമീറ്റർ അടുത്തുണ്ടാവും. ആ ദൂരം ഓടാൻ കൊടുത്തിരിക്കുന്നത് വെറും 1.25 മണിക്കൂറാണ്. അതുകൊണ്ട് NTSL നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു ദിവസം പോലും ഈ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തായിട്ട് കാണിക്കുന്നത്. എല്ലാ ദിവസവും 20 മുതൽ അരമണിക്കൂർ ലേറ്റ് വരെ, 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ ലേറ്റ് വരെ ഉണ്ടാവും. 130 km ടെറിട്ടറിയിലാണ് നമ്മൾ. എൻ്റെ പൊന്നെ 130 km റൺ അടിപൊളി. നല്ലൊരു എക്സൈറ്റിംഗ് റണ്ണാണ് കേട്ടോ 130 km ഇത്.
यात्रा करने के लिए आपका धन्यवाद। റായപുരത്തിന് 30420 വിജയവാഡ ചെന്നൈ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ജനശതാബ്ദി എക്സ്പ്രസ് ഭഗത് കി കോട്ടി എക്സ്പ്രസ് ആണ്. इंडियन रेलवे ചെന്നൈ സെൻട്രൽ ഭഗത് കി കോട്ടി എക്സ്പ്രസ് ആണത്. അപ്പുറത്ത് ഇറക്കുന്ന പുതിയതായിട്ട് ആരംഭിച്ച ഭഗത് കി കോട്ടി ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ്സാണ്. ഇപ്പുറത്തിപ്പോൾ ജനശതാബ്ദി വരുന്നു നടുക്കുള്ള പ്ലാറ്റ്ഫോമിൽ. പിന്നെ നമ്മൾ ഓങ്കോളിലെത്തി. നമ്മുടെ ഡോർ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പുറത്തും ഇപ്പുറത്തും നല്ലോണം ആളിറങ്ങാണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ജനശതാബ്ദി എക്സ്പ്രസ്. നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ചെന്നൈ ടു വിജയവാഡ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുണ്ടൂർ എത്താറ്. അവിടെ കാറ്ററിംഗുകാർ ഡിന്നറിനുള്ള ഫുഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അപ്പുറത്തെ കുറച്ച് ഏറെക്കുറെ ഇവിടെ തന്നെ കാര്യമെന്ന ലക്ഷണമുണ്ട്. ഈ വണ്ടി ഡിസംബർ 2022 ബിൽഡ്. നമ്മുടെ കോച്ചിന് ബിൽഡ് സ്പ്രെഡ് ഒന്നും നോക്കാൻ പോയില്ല. എല്ലാം ഒരേ വർഷമായിരിക്കുമല്ലോ. ഒരു രക്ഷയില്ലാത്ത റണ്ണായിരുന്നു കേട്ടോ. ഇവൻ ഗുഡൂർ കഴിഞ്ഞപ്പോൾ 130 താഴോട്ട് വന്നിട്ടില്ല. ഇപ്പോഴത് 110 km സെക്ഷനാണ്. അപ്പം 107, 108 പിടിക്കുന്നുണ്ട് കുറച്ച് നേരമായിട്ട്. ఎలక్ట్రికల్ చేసిన లేరు. దాని తోడు దీంట్లో బిజినెస్ స్టార్ట్ అయ్యి ఇప్పటికి 1.5 year అవుతుంది. ఇప్పుడు అందులో సపరేట్గా ఈ 2 wheeler స్టార్ట్ అయ్యి ఇందులో సపరేట్ ఛానల్ పెట్టి. അപ്പോൾ നമ്മൾ കണ്ട ജസ്റ്റ് ഗുണ്ടൂർ ജംഗ്ഷനിലോട്ട് കയറി. 7:42, 2 മിനിറ്റ് ലേറ്റാണ്. ഒങ്കോളിലൊക്കെ അരമണിക്കൂർ ലേറ്റായിരുന്നു. അപ്പോൾ നല്ല റണ്ണായിരുന്നു. ഓഫ്കോഴ്സ് എന്നാൽ ഡിവിഷൻ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ബഫർ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ഗുണ്ടക്കൽ ഡിവിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് വിജയവാഡ ഡിവിഷനിൽ വന്ന് ഇപ്പോൾ ഗുണ്ടൂർ ഡിവിഷനിലാണ്. ഇപ്പോൾ ഗുണ്ടൂർ ഡിവിഷൻ തന്നെയുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ പകടിപ്പള്ളി എത്തുന്നവരെ. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടല്ലോ. ട്രെയിൻ മാനേജറൊക്കെ ഉണ്ട്. പുതിയ ട്രെയിൻ മാനേജറും. കടകളൊക്കെ ഫിഫോന്നും ഫെഫോന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ടും. അപ്പം അങ്ങനെ ഗുണ്ടൂരിൽ എത്തിയിരിക്കുകയാണ്. നല്ല ചൂട്. പ്രത്യേകിച്ച് AC-ന്നും കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരുമാതിരി ഹോട്ട് എയർ ഓവനിലോട്ട് ഇറങ്ങിയൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോച്ച് 227620 C3. ആ കോച്ചിന് നല്ലൊരു ശതമാനം യാത്രക്കാർ ഇവിടെ ഇറങ്ങി. അത്രയും തന്നെ ആൾക്കാർ നിൽക്കാറുണ്ട്. അവിടുത്തെ തിരക്കുണ്ടോ? അടിപൊളി തിരക്കാണ് ഇവിടെ നിൽക്കാറുള്ളത്. ലോക്കൽ ട്രെയിനിലേക്ക് ഇടിച്ച് കയറുന്നവരാണ് വന്ദേ ഭാരതോട് തിരക്ക് ഇടിച്ച് കയറുന്നത്. അപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറം ടു ഗുണ്ടൂർ യാത്ര സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ റിട്ടേൺ യാത്ര തുടങ്ങാൻ പോകണം. അപ്പോൾ റിട്ടേൺ യാത്രയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നിരിക്കുന്നു. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. ഞാൻ ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിലേക്കാണ് പോകുന്നത്. റിട്ടയറിംഗ് റൂമിൽ റൂം എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ആണ്. നാളെ രാവിലെ തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് സൂപ്പർ താങ്ക്സ് മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. See you again in another video. Until then, this has been Nai Shankar signing off from Platform 7. See you in the next video. Until then, bye-bye.